1, 10, 19, 28 ഈ തീയതിയിൽ ജനിച്ചവരുടെ എല്ലാം ജന്മസംഖ്യ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ചില ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ജന്മസംഖ്യയുടെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ നമ്മുടെ ജാതകത്തിനകത്ത് ഒരു പരിധി വരെ നമുക്ക് അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർ മെഡിക്കൽ ഫീൽഡ്, അല്ലെങ്കിൽ സിവിൽ സർവീസ്, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡ്, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. പിന്നെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫയറുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ഈ 1 ജന്മസംഖ്യ ജാതകർക്കുണ്ടാകും. അവർക്ക് ഒരു നേതൃത്വ ഗുണമുണ്ടാകും. പെട്ടെന്ന് അവർ വിചാരിക്കുന്ന ഞാൻ ആരുടെ അണ്ടർ ജോലി ചെയ്യത്തില്ല, ജോലി കിട്ടിയില്ലെങ്കിലില്ല, പക്ഷേ അവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം. എനിക്കൊരാൾക്കുള്ള അണ്ടർ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല. അയാൾക്കുള്ള അണ്ടറിൽ പല ആൾക്കാർ ജോലി ചെയ്യാനുള്ള യോഗമുള്ള ആളാണ് ഒന്ന്. കാരണം സൂര്യൻ ഏറ്റവും പ്രധാനപ്പെട്ട പിതൃകാരകനാണ് സൂര്യൻ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ളവർ കഠിനമായി ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ പാടായിരിക്കും. വലിയ പൊളിറ്റീഷ്യന്മാർ, പിന്നെ വലിയ സർജൻ, ഡോക്ടേഴ്സ്. അപ്പം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് കുറേ കാരകത്വങ്ങൾ പറയുന്നുണ്ട്. അതായത് മെഡിസിൻ, പിന്നെ അധികാരം, പിന്നെ നേതൃത്വ ഗുണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ 1 ജന്മസംഖ്യ ജാതകർക്ക് വരുന്നുണ്ട്. അപ്പം 1 ജന്മസംഖ്യ ഉള്ളവർക്ക് ഒരു പരിധി വരെ സൂര്യൻ വലിയ കുഴപ്പമില്ലാത്ത സ്ഥിതിയിൽ ജാതകത്തിൽ നിന്ന് കഴിഞ്ഞാൽ, അതായത് ഇടവം, തുലാം, മകരം, കുംഭം ഈ രാശികളിലല്ല, അതായത് ഈ മാസങ്ങളിലല്ല 1 ജന്മസംഖ്യ ജാതകർ ജനിക്കുന്നതെങ്കിൽ അവർക്ക് ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങൾ, കുറേ ഫലങ്ങൾ ഇതിനകത്തുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇനി അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടവം, തുലാം, മകരം, കുംഭം രാശിയിലാണ് 1 ജന്മസംഖ്യ ജാതകർ ജനിക്കുന്നതെങ്കിൽ അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ, അതായത് രക്തത്തിലുള്ള LDL കണ്ടൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. 6 മാസമൊക്കെ കൂട്ടുമ്പോൾ ട്രൈഗ്ലിസൈഡ്സ് അല്ലെങ്കിൽ എണ്ണയായിട്ട് ബന്ധപ്പെട്ട കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ, LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, ചീത്ത കൊളസ്ട്രോൾ, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ മേൽപ്പറഞ്ഞ ജന്മസംഖ്യ ഉള്ളവർ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത 2 ജന്മസംഖ്യ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ സംഖ്യയാണ്. 2, 20, 11, 29 ഈ ജന്മസംഖ്യക്കാർക്ക് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് എപ്പോഴും ഒരു മോറൽ സപ്പോർട്ട് വേണം ഒരു കാര്യങ്ങൾ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ. ചന്ദ്രൻ്റെ സംഖ്യയാണ്, കാണാൻ നല്ല ചന്തമുള്ളവരായിരിക്കും. മനസ്സൊരു എന്താ പറയുന്നത്, അവരുടെ ഒരു കൺട്രോൾ നിൽക്കത്തില്ല. മനസ്സൊരു ചഞ്ചലമായിട്ടുള്ള മനസ്സായിരിക്കും. അല്ല, കുരങ്ങൻ്റെ സ്വഭാവമാണ്. ഒരു മരത്തെ നിന്ന് അടുത്ത മരത്തെ ചാടുക, അടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കത്തില്ലെന്നർത്ഥം. ഇപ്പം പറയുന്ന ആയിരിക്കത്തില്ല, 10 മിനിറ്റ് കഴിഞ്ഞാൽ പറയുന്നത്. അതുകൊണ്ട് 2 ജന്മസംഖ്യകളുള്ളവർ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനയുടെ ലൈഫിൽ ഗുണം കൊണ്ടുവരുമെന്നുണ്ടെങ്കിൽ ആ തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ അദ്ദേഹവും ശ്രമിക്കുക. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിൻ്റെ വെൽവിഷർമാരും 2 ജന്മസംഖ്യ ജാതകർ ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കാൻ ശ്രദ്ധിക്കുക. അത് ഇല്ലെങ്കിൽ ആ തീരുമാനം പുള്ളി പെട്ടെന്ന് മാറ്റിക്കളയും. അപ്പോൾ 2 ജന്മസംഖ്യ നല്ല സംഖ്യയാണ്. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കുറച്ച് ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2 ജന്മസംഖ്യ ജാതകർക്ക് വരാൻ എളുപ്പമാണ്. അപ്പം 2 ജന്മസംഖ്യ കുഴപ്പമില്ലാത്ത സംഖ്യയാണ്. 2 ജന്മസംഖ്യക്കാരുടെ 5-ാം ഭാവത്തിൽ പ്രത്യേകിച്ച് രാഹുവോ ചന്ദ്രനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ വലിയ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്ന മനസ്സായിരിക്കും. അത് 2 ജന്മസംഖ്യയുടെ ഒരു കോമൺ ഫലമാണ്. ഞാനീ പറയുന്നതെല്ലാം കോമൺ ആയിട്ടുള്ളൊരു ഫലമാണ്. ഇനി അടുത്ത് നമുക്ക് 3 എന്ന് പറയുന്ന സംഖ്യയെക്കുറിച്ച് പറയാം. 3 എന്ന് പറയുന്ന സംഖ്യയുടെ അധിപൻ വ്യാഴമാണ്, ജൂപ്പിറ്റർ. അപ്പം 3, 12, 21, 30 ഈ ഡേറ്റിൽ ജനിച്ചവരെല്ലാം 3 ജന്മസംഖ്യ ഉള്ളവരായിരിക്കും. അപ്പം 3 ജന്മസംഖ്യ ഉള്ളവർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാകും, ദൈവാധീനം ഉണ്ടാകും. അവർക്ക് ഈ പറയുന്ന എന്താ പറയുന്നത്, ഒരു ചെറുപ്പകാലത്ത് ഒരു 18 തൊട്ട് ഒരു 45 വയസ്സ് വരെയൊക്കെ അത്യാവശ്യം തടിയുള്ള ശരീരമായിരിക്കും. പിന്നീട് ഇവർക്ക് ഡയബറ്റിക്, പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് ഈ ശരീരം ഒന്ന് മെലിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും അവർ ദൈവാധീനം വിട്ടുള്ള കളിക്കൊന്നും നിൽക്കത്തില്ല. വളരെ സ്വാത്വികരായിരിക്കും, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. 3 ജന്മസംഖ്യയുള്ള വ്യാഴത്തിൻ്റെ ആനുകൂല്യമുള്ള സംഖ്യക്കാരാണ് അവർ. അധ്യാപകർ, പിന്നെ ആൾക്കാർക്ക് പല പല വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ, ഈ ജ്യോതിഷം പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, പൂജാരിമാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ 3 ജന്മസംഖ്യ ഉള്ളവരാണ്. അപ്പം അവർക്ക് പൊതുവായിട്ടുള്ളൊരു ഫലം ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും. 3 ജന്മസംഖ്യ ഉള്ളവർക്ക് വ്യാഴം കുറച്ച് അനുകൂല ഭാവത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ദൈവാധീനമുള്ളവരായിരിക്കും. അവർ പ്രത്യേകിച്ച് അപകടത്തിൽ ചാടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവരെ ചതിക്കാനൊക്കെ വലിയ പാടായിരിക്കും. കാരണം
ഒരു ഇൻഡ്യൂഷനുള്ള ആൾക്കാരാണ് ഈ 3 ജന്മസംഖ്യക്കാർ. ഇപ്പോൾ ഒരാളെ നിന്ന് അവരുടെയൊക്കെ കുറേ കാര്യങ്ങൾ പറയും, സാറേ അങ്ങനെയാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ഇങ്ങനെ വരും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെല്ലാം കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഒരിക്കലും അവർ മറ്റുള്ളവർക്ക് അവരെ പറഞ്ഞ് വഴിപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അവരൊരു തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരതിൻ്റെ വരും വരായകളും പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും എല്ലാം നോക്കിയിട്ടേ 3 ജന്മസംഖ്യക്കാർ ഒരു തീരുമാനം എടുക്കും. അടുത്ത 4 എന്ന ജന്മസംഖ്യ. 4 ജന്മസംഖ്യക്കാർ നല്ല ജന്മസംഖ്യയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പൊളിറ്റീഷ്യന്മാർ, ഒരു പരിധിവരെ രാഹു വൈദ്യകാരകൻ കൂടിയാണ്, ഡോക്ടേഴ്സ്, ആയുർവേദം പോലുള്ള ഡോക്ടർമാരാവുന്നത് ഒക്കെ 4 ജന്മസംഖ്യക്കാരാണ്. പക്ഷേ ഇവർക്കുള്ളൊരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡായിരിക്കും. അവർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ അവർക്കൊരു നിർബന്ധം ഉണ്ടാവും, ഞാനുമായിട്ട് ഇടപെടുന്നവരും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ കുറച്ചായിരിക്കും. ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടെങ്കിലും മിക്കവാറും ഫ്രണ്ട്സുമായിട്ടൊക്കെ വഴക്കിടാനൊക്കെ പറ്റും. വഴുക്കൊക്കെ ഇട്ടവർ ഇടയ്ക്കങ്ങ് പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കത്തില്ല, പെട്ടെന്ന് അവർ വീണ്ടും ഫ്രണ്ട്ഷിപ്പാവും. അവർ കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞാൽ വീട്ടിൽ അവരൊരു സാധനം വച്ചു, അദ്ദേഹം തിരിച്ചു വരുമ്പോൾ സാധനം അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം. അതായത് ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ്. അദ്ദേഹം ഇടപെടുന്ന സ്ഥാപനങ്ങളും നിൽക്കുന്ന പരിസരങ്ങളും എല്ലാം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഒരുപക്ഷെ അദ്ദേഹം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കും, വേറെ ആളോ അഴുക്കാക്കിയോ അല്ലെങ്കിൽ വെച്ച സാധനം എടുത്ത് മാറ്റി വെച്ചത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് ഈ 4 ജന്മസംഖ്യക്കാർ. എന്ന് വെച്ചാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും, റിബലായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. ചില പൊളിറ്റീഷ്യന്മാരെ കണ്ടിട്ടില്ലേ, അവരൊക്കെ അവരുടെ ഗ്രൂപ്പിനകത്ത് ഒരു വേറിട്ട ശബ്ദമുള്ളവരായിരിക്കും, റിബൽ എന്ന് പറയും. അപ്പോൾ അതൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കണ്ണിങ്ങായിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. കേൾക്കുന്നവർക്ക് ഭയങ്കര റഫ് പേഴ്സണാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന്, പക്ഷേ അറിയാവുന്നവർക്ക് അറിയാം അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. അങ്ങനെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടാകും. ഇനി 5 എന്ന് പറയുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബുധൻ്റെ സംഖ്യയാണ്, മെർക്കുറി. അപ്പോൾ ഈ ബുധൻ്റെ സംഖ്യ എന്ന് പറയുമ്പോൾ 5, 14, 23. അപ്പോൾ ഈ ജന്മസംഖ്യ, ഈ ഡേറ്റിൽ ജനിച്ചവരെല്ലാം 5 എന്ന് പറയുന്നത് ബുധൻ്റെ ജന്മസംഖ്യ ഉള്ളവരാണ്. ഇവർ ഒരു പരിധി വരെ ബുധൻ നമ്മുടെ ജാതകത്തിൽ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് വലിയ രീതിയിൽ കയറിപ്പോകും. അപ്പോൾ ഗണിതമായിട്ട് ബന്ധപ്പെട്ട ജോലി, അതായത് ബാങ്കിങ്, ഫൈനാൻസ് സ്ഥാപനങ്ങൾ നടത്തുക, വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഗണിതം, അധ്യാപനം, ലേഖനവൃത്തി, വലിയ എഴുത്തുകാർ, ഇതൊക്കെ ഈ 5 ജന്മസംഖ്യ ഉള്ളവരായിരിക്കും. 5 ഞാൻ ഉദ്ദേശിച്ചത് 5, 14, 23 അപ്പം ഈ ബുധൻ എന്ന് പറയുന്ന സംഖ്യ, ഈ 5 ജന്മസംഖ്യ ഉള്ളവർ വളരെ സൗമ്യരായിരിക്കും, കാണാൻ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും, കറുത്തതാണെങ്കിലും കാണാൻ സൗന്ദര്യമുള്ളവരായിരിക്കും, വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിൽ പോകുന്നവരായിരിക്കും. ഇനി വിദ്യ കിട്ടിയില്ലെങ്കിലും അവർക്ക് പല വിധത്തിലുള്ള അറിവുകളൊക്കെ കിട്ടും. ഇപ്പം ചില മീനൻ രാശിയിൽ ബുധൻ നീചഭംഗ രാജയോഗം ഉണ്ടെന്ന് പറയുമ്പോൾ ബുധൻ നീചത്തിൽ നിൽക്കുന്ന ജാതകക്കാരനാണെങ്കിൽ നീചഭംഗ രാജയോഗം ഉണ്ടെങ്കിൽ ഈ ജന്മസംഖ്യ 5 ജന്മസംഖ്യയായിട്ടുള്ളവർ ഭയങ്കര അറിവുള്ളവരായിരിക്കും. ഒരുപക്ഷെ പഠിത്തമൊക്കെ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ കുറവായിരിക്കും, ഒരുപക്ഷെ വല്ല +2 അല്ലെങ്കിൽ പഴയ പ്രീ ഡിഗ്രിയോ, ഒരുപക്ഷെ അത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ അറിവ് അപാരമായിരിക്കും. പലവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനും ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യാനും. കണ്ടിട്ടില്ല, ഈ മാർക്കറ്റിങ്ങിനൊക്കെ പോകുന്ന പലരും ഭയങ്കര രീതിയിലൊക്കെ സംസാരിച്ച് ആൾക്കാരെ കൺവിൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർ ബുധൻ്റെ ജന്മസംഖ്യയുള്ള 5 ഉള്ളവരായിരിക്കും. അവർ അധ്യാപനം, ബാങ്കിങ്, അങ്ങനെയുള്ള മേഖലയിലൊക്കെ വളരെയേറെ ശോഭിക്കാൻ പറ്റുന്നവരും വലിയ ലേഖനവൃത്തികൾ, എഴുത്തുകുത്തുകളൊക്കെ നടത്തി ഈ നോവൽ, കവിത, കഥാരചന, തിരക്കഥാകൃത്തുകൾ, അവരൊക്കെ 5 ജന്മസംഖ്യ ഉള്ളവരായിരിക്കും. അടുത്ത ജന്മസംഖ്യ എന്ന് പറയുന്നത് 6, അത് ശുക്രൻ്റെ സംഖ്യയാണ്. അപ്പോൾ ഈ 6 ജന്മസംഖ്യ എന്ന് പറയുമ്പോൾ 6, 15, 24 ഈ ജന്മസംഖ്യ ഉള്ളവരെല്ലാം ശുക്രൻ്റെ ജന്മസംഖ്യ ഉള്ളവരാണ്. ഇവരെ പൊതുവേ കാണാൻ നല്ല ചന്തമുള്ളവരായിരിക്കും. കറുത്തതാണെങ്കിലും ഇരുനിറമാണെങ്കിലും വെളുത്തതാണെങ്കിലും കാണാൻ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും. കുറച്ച് നർമ്മം, അതായത് ഈ കോമഡി സ്റ്റാർസിലൊക്കെ തിളങ്ങുന്ന പലരും വലിയ ചന്തമൊന്നും കാണത്തില്ല കാണാൻ, പക്ഷേ അവർ 6 ജന്മസംഖ്യ ഉള്ളവരായിരിക്കും. അഫയർ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളോട് കുറച്ച് ചായ്വ് കൂടും 6 ജന്മസംഖ്യ ഉള്ളവർക്ക്. പിന്നെ വിവാഹമൊക്കെ കൃത്യസമയത്ത് നടക്കും. പക്ഷേ ജാതകത്തിനകത്ത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം 7ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിവാഹബന്ധം ഒന്ന് കഴിഞ്ഞിട്ട് വീണ്ടും വേർപ്പെടും. അതും കൂടെ 6 ജന്മസംഖ്യയുള്ളവരുടെ പ്രത്യേകതയാണ്. പിന്നെ 6 ജന്മസംഖ്യയുള്ളവർക്ക് ജോലി എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയുന്നത്, IT ഫീൽഡ് നല്ലതാണ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, പിന്നെ ഫിലിം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ, കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും 6 അല്ലെങ്കിൽ ശുക്രൻ്റെ സംഖ്യ ഉള്ളവർക്ക് ഭയങ്കര ഗുണം ചെയ്യും. ആക്ടിങ്, ഡാൻസിങ്, മോഡലിങ്, ഇതൊക്കെ. ഇപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ ഈയിടെ ഒരു പയ്യനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അവൻ്റെ പെങ്ങൾക്കൊരു ജന്മാക്ഷരക്കല്ല് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ ജാതകം നോക്കണം, എനിക്ക് ആക്ടറാവാൻ ഭയങ്കര താല്പര്യമാണ്, അവനെ കാണാനൊക്കെ നല്ല സ്മാർട്ട്. അങ്ങനെ നോക്കിയപ്പോൾ അവന് ശുക്രൻ അവന് അനുകൂലമാണ്. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്തു പറഞ്ഞു. ഇപ്പോൾ എന്തോ ഒരു പടത്തിലൊക്കെ ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് ഫിലിമിൽ അഭിനയിക്കണോ അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കണോ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ഉന്നതിയിൽ ഉയർച്ചയിലേക്ക് പോകണമെന്നുള്ളൊരു ആദ്യം ജാതകം പരിശോധിപ്പിച്ച് ശുക്രൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കുക.
ശുക്രൻ അനുകൂലനാണെങ്കിൽ കലാപരമായിട്ടുള്ള രംഗത്ത് നിങ്ങൾക്ക് നല്ല ഉയർച്ചയുണ്ടാകും, അതിന് ഞാൻ ഗ്യാരണ്ടി. അടുത്ത ജന്മസംഖ്യ എന്ന് പറയുമ്പോൾ 7ആണ്. അതായത് 7, 16, 25. ഈ ജന്മസംഖ്യ ഉള്ളവരുടെ അതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് കേതു എന്ന് പറയുന്ന ഗ്രഹമാണ്. ഇപ്പോൾ കേതു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഗ്രഹത്തിനെ കേൾക്കുമ്പോൾ പക്ഷേ ആൾക്കാർക്ക് പേടിയൊക്കെ വരാം. പക്ഷേ കേതു നമ്മുടെ രാശിയിൽ, നമ്മുടെ ജാതകത്തിൽ ശുഭരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ, മീൻസ് ഏതെങ്കിലും മീനം, കർക്കിടകം, പിന്നെ മിഥുനം, കന്നി, ധനു, ഇങ്ങനെയുള്ള രാശികളിലാണ്, ഇടവം, ഇങ്ങനെയുള്ള രാശികളിലൊക്കെയാണ് കേതു നിൽക്കുന്നതും ആ കേതു 11, 9, 10, 5 ഇങ്ങനെ ഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ കേതു എന്ന് പറയുന്ന ജന്മസംഖ്യ, അതായത് കേതുവും നമുക്ക് വലിയ ഗുണങ്ങൾ ചെയ്യും 7 ജന്മസംഖ്യ ഉള്ളവർക്ക്. ഇപ്പോൾ കേതു എന്ന് കേട്ട് പേടിക്കണ്ട. 7 ജന്മസംഖ്യ ഉള്ളവർക്ക്, അതായത് ഞാൻ പറഞ്ഞ 7, 16, 25 ജന്മസംഖ്യ ഉള്ളവർക്ക് കേതു നമ്മുടെ ജാതകത്തിനകത്ത് നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ വലിയ ഗുണങ്ങൾ നമുക്ക് തരും. അത് 7ൻ്റെ ഫലം. ഇനി ഉള്ള ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് 8, നമ്പർ ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയും. 8 ജന്മസംഖ്യകളുടെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവരേത് ജീവിത സാഹചര്യങ്ങളും ആരും പൊരുത്തപ്പെട്ടു പോകും. ഏത് രീതിയിലും അവർ ജീവിക്കും. AC ഉണ്ടെങ്കിലും ഉറങ്ങും, AC ഇല്ലെങ്കിലും ഉറങ്ങും. അതിൻ്റെ കറി ഉണ്ടെങ്കിലും ചോറ് കഴിക്കും, കറി ഇല്ലാത്തവരും ചോറ് കഴിക്കും. അതായത് 8 ജന്മസംഖ്യ എന്ന് പറഞ്ഞാൽ എല്ലാ അക്കങ്ങളുടെയും ഉത്ഭവം 8ൽ നിന്ന്. കാൽക്കുലേറ്റർ നമ്മൾ ഓഫാക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 8, 8, 8 എന്ന് നമുക്ക് ഷാഡോ ആയിട്ട് കാണാൻ പറ്റും. അപ്പം നമ്പരെല്ലാം അടങ്ങിയിരിക്കുന്ന 8ലായതുകൊണ്ട് അവർക്ക് എല്ലാ സംഖ്യകളുടെ ഗുണം 8ലുണ്ടാകും. എന്ന് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞത്, ഏത് വ്യക്തികളുമായിട്ടൊരു കൂട്ടും, നല്ല ആൾക്കാരുമായിട്ടും പൊളിറ്റീഷ്യന്മാരുമായിട്ടും ചീത്ത ആൾക്കാരുമായിട്ടും ഭയങ്കര സന്യാസിമാരുമായിട്ടും എല്ലാ തരം ആൾക്കാരുമായിട്ട് 8 എന്ന ജന്മസംഖ്യക്കാർ പെട്ടെന്ന് മിങ്കിളാവും. ഏത് വ്യക്തിയായിട്ടും അവർ ഭയങ്കര അഡ്ജസ്റ്റബിൾ ആയിരിക്കും ലൈഫിൽ. അവരുടെ ഭാര്യമാരൊക്കെ കുറച്ച് പ്രശ്നക്കാരാണെങ്കിലും എന്ന് വെച്ചാൽ ഭയങ്കര മുൻകോപവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണെങ്കിൽ 8 ജന്മസംഖ്യ വരുന്നവർ പൊതുവെ ഭയങ്കര ശാന്തരായിരിക്കും. നല്ല ഒരു അങ്ങനെ അഡ്ജസ്റ്റബിളായിട്ട് പോകുന്ന ഒരു ജാതകക്കാരാണ് 8. എന്നാൽ അവർക്ക് ദേഷ്യം വരുത്തില്ല, നല്ല വരും. പക്ഷേ 8 വലിയ ഒരു അഡ്ജസ്റ്റബിൾ ജന്മസംഖ്യ ഉള്ളവരായിരിക്കും. അതെന്ന് പറഞ്ഞാൽ 8, 17, 26 ജന്മസംഖ്യ ഉള്ളവർ. 9 ജന്മസംഖ്യ തന്നിപ്പം 3 ആൾക്കാർക്കായിരിക്കും 9 ജന്മസംഖ്യ വരുന്നത്. അതായത് 9, 18, 27. ഈ 9 എന്ന് പറയുന്ന സംഖ്യയുടെ സിംഗിൾ ഡിജിറ്റ് ഉള്ളവർക്ക് നേരിട്ട് ചൊവ്വയുടെ സ്വാധീനം ബാധിക്കും. അത് 2025 വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ജാതകത്തിനകത്ത് ചൊവ്വ അനുകൂലനല്ലെങ്കിൽ നെഗറ്റീവായിട്ടും, അനുകൂലനാണെങ്കിൽ പോസിറ്റീവായിട്ടും നമുക്കതിന് ഗുണം തരും. അപ്പോൾ 9 അങ്ങനെ നിൽക്കും. അടുത്ത നമ്മൾ പറയുന്ന 18 എന്ന് പറയുന്ന സംഖ്യ ആകുമ്പോൾ അത് 9 യഥാർത്ഥത്തിൽ സിംഗിൾ ഡിജിറ്റ് ആക്കുമ്പോൾ 1 + 8 = 9. പക്ഷേ 1, 8 കൂടുമ്പോഴാണല്ലോ 9 വരുന്നത്. അപ്പോൾ 18 ഡേറ്റ് ജനിച്ചവർക്ക് ഈ 1, 8 2 സംഖ്യകൾ ആണ് വരുന്നത് കൊണ്ട് തന്നെ 1 എന്ന് പറഞ്ഞ സൂര്യൻ്റെയും 8 ശനിയുടെയാണ്. അപ്പോൾ ജ്യോതിഷത്തിൽ പറയുന്നത് സൂര്യന് 2 ശത്രുക്കളാണുള്ളത്, ശനിയും ശുക്രനും. അപ്പോൾ ഈ 18 തീയതി ജനിച്ചവർക്ക് ജാതകത്തിനകത്ത് സൂര്യനും ശനിയും ചൊവ്വായും എല്ലാം മാന്യമായിട്ടുള്ള ബലമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ കുറേ സ്ട്രഗിൾ ഉണ്ടാകും. കിട്ടാനുള്ള കാര്യങ്ങൾക്ക് അവരുടെ ഹാർഡ് വർക്കിനനുസരിച്ചുള്ള റിസൾട്ട് അവരുടെ കയ്യിലേക്ക് വരത്തില്ല. എടുക്കുന്ന എഫർട്ടിനുള്ള റിസൾട്ട് കയ്യിലേക്ക് വരത്തില്ല. അകാരണമായിട്ടുള്ള ശത്രു ഭയങ്ങളൊക്കെ ഉണ്ട്. അവർ മനസ്സിൽ കാണുന്നവരായിരിക്കത്തില്ല അവരുടെ ശത്രു. അപ്പോൾ 18 ജന്മസംഖ്യ ഉള്ളവർ വ്യക്തികളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടേ നമ്മളോട് അടുപ്പിക്കാവും. ഇല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് പാര വരും. നമുക്കിട്ട് അവരെപ്പോൾ പാര വെക്കാം, അല്ലെങ്കിൽ നമ്മളോട് എങ്ങനെ നമ്മളെ നശിപ്പിക്കുക എന്നുള്ള ചിന്താഗതിക്കാരായിരിക്കും 18 ജന്മസംഖ്യക്കാരോട് അടുക്കുന്ന ആൾക്കാർ. ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നല്ല ഫ്രണ്ടായിരിക്കും, വെൽവിഷായിരിക്കും, എല്ലാം ഓക്കെ. പക്ഷേ അവരെ ഒന്ന് കരുതിയിരിക്കുക. അപ്പോൾ 18 ജന്മസംഖ്യയ്ക്ക് തങ്ങളേറെ നെഗറ്റിവിറ്റി ഉണ്ട്. അടുക്കുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഫ്രണ്ട്ഷിപ്പിലേക്ക് അടുപ്പിക്കാവൂ. ഇതേ കാര്യം തന്നെയാണ് അടുത്ത 27 എന്ന് പറയുമ്പോൾ 2 7 കൂടെ കൂട്ടുമ്പോൾ 9 വരുന്നത് ചൊവ്വയുടെ സംഖ്യയാണ്. പക്ഷേ 2 എന്ന് പറയുന്ന സംഖ്യ ചന്ദ്രൻ്റെയും 7 എന്ന് പറയുന്ന സംഖ്യ കേതുവിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ ജാതകത്തിനകത്ത് ചൊവ്വായും ചന്ദ്രനും കേതുവിനും കൂടെ ബലം ഉണ്ടെങ്കിൽ 27 ജന്മസംഖ്യക്കാർക്ക് ചൊവ്വയുടെ ആനുകൂല്യം കിട്ടും. അല്ലെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മൂലം അപവാദം കേൾക്കും. ചന്ദ്രൻ സ്ത്രീകളെ ഇതാണ്. 7 എന്ന് പറയുമ്പോൾ കേതുവിൻ്റെതാണ്. അപ്പോൾ ഈ ചന്ദ്രനും കേതുവും കൂടെ ഒരു രാശിയിൽ നിന്നാൽ ഗ്രഹണ യോഗം എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ആൾക്കാർ മറച്ച് വെച്ചിട്ട് നമ്മളിപ്പം 100 കാര്യങ്ങൾ ചെയ്തതിനകത്ത് 99 നല്ല കാര്യവും ഒരു ചീത്ത കാര്യമാണെങ്കിൽ ഈ ഒരു ചീത്തക്കാര്യത്തിനെ ആൾക്കാർ ബൂസ്റ്റപ്പ് ചെയ്ത് അവൻ അങ്ങനെ ഇങ്ങനെയാന്ന് പറയും. നമ്മളേത് 99 നല്ല കാര്യങ്ങൾ അവർ കാണത്തില്ല. അപ്പോൾ 27 ജന്മസംഖ്യക്കാർ പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ വളരെ കെയർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ 2025 വർഷത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്.